12 ദിവസത്തെ നാടകരാവുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്രയാർ നാടകവിരുന്ന് ആരംഭിച്ചു. നാടകവിരുന്ന് രക്ഷാധികാരി എം.ആർ. ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മുൻ എം.എൽ.എ. കെ.യു. അരുണൻ മാസ്റ്റർ 26ാമത് നാടകവിരുന്ന് ഉദ്ഘാടനം ചെയ്തു. മുൻ എം.എൽ.എ. ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, വാർഡ് മെമ്പർ സി.എസ്. മണികണ്ഠൻ, ബി.ജെ.പി. തൃശൂർ ജില്ലാ സെക്രട്ടറി പി. ഹരീഷ് മാസ്റ്റർ, നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ.കെ. ധർമ്മപാലൻ മാസ്റ്റർ, നാടകവിരുന്ന് ജനറൽ കൺവീനർ കെ.വി. രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൊല്ലം അനശ്വരയുടെ ആകാശത്ത് ഒരു കടൽ എന്ന നാടകം അരങ്ങേറി. അവർക്ക് സന്തോഷപ്രദാനം ചെയ്യുക, അവരെ ചിരിപ്പിക്കുന്ന, അവരിൽ ഹാസ്യരസം നിരന്തരം ഉയർത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നടക്കുന്നത്. മനുഷ്യനെ കണ്ടെത്താൻ ആ ജീവിത ഗന്ധം മനുഷ്യന്റെ മുമ്പിൽ ആസാരത്തിലൂടെ മുകളിലേക്ക് കയറ്റാൻ നമുക്ക് നാടകങ്ങൾ തന്നെ വേണം. പക്ഷെ ഈ നാടകങ്ങളുടെ മുഖവും ഇപ്പോൾ 20 മിനിറ്റും 15 മിനിറ്റും കൂടിയിട്ട് നാടകങ്ങളുടെ മുഖവും പഴയ രൂപത്തിൽ നാടകത്തെക്കുറിച്ച് ഭക്തിയടക്കം പറഞ്ഞു നിന്നിട്ടുള്ള വ്യത്യസ്ത സന്ധികളുടെ സമന്വയമില്ല. സന്ധികൾ കാണാനില്ല. സന്ധികൾ കാണാനില്ല നടക്കില്ല എന്നാണ് എൻ്റെ വളരെ ലളിതമായ ഒരു അഭിപ്രായം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വന്ന് കണ്ടിരിക്കുമ്പോൾ ചില പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ തന്നെ ഇത്തരം സന്ധികളുടെ അനന്തവും സമൃദ്ധവുമായ ചില സാധ്യതകളുടെ ഒത്തുചേരൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും നാടകം കാണാൻ ആഗ്രഹത്തോടുകൂടി ഞാനിവിടെ എത്തിച്ചേരാം. അതിന് ഇതിൻ്റെ പ്രവർത്തിക്കുന്ന ആവശ്യങ്ങളൊക്കെ നന്ദി പറയാറില്ല. ഇവിടെ ഇരിയാക്കോടി സമയം കൊടുക്കുക പിൻവലിയത് വടക്കഞ്ചേരിയിലുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി കാണുന്നില്ല. ഒക്കെ പതുക്കെ പിൻവലിയ നാടകത്തിൻ്റെ മേഖലയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്ന് നമ്മളൊക്കെ തന്നെ പതുക്കെ പിൻവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനോ അതിന് പ്രതിവിധി കണ്ടെത്താനോ സജ്ജരായ ഒരു സൈന്യം